ജാനു, ഞാൻ മോളുടെ കേസ് ഹോസ്പിറ്റലിൽ ചോദിച്ചിരുന്നു. അപ്പോയിന്റ്മെന്റ് നെക്സ്റ്റ് മന്തിലേക്ക് ഫിക്സ് ചെയ്ത് നിങ്ങൾ ബാംഗ്ലൂരേക്ക് പോയിന്ന് പറഞ്ഞു. എന്നോട് പറയാതെ ഇങ്ങോട്ട് പോന്നല്ലേ? ഇപ്പൊ ലാൻഡ് ചെയ്തേ ഉള്ളോ? അതെ, പക്ഷെ നിങ്ങൾ എന്താ ഇവിടെ? മോളെ കാണാൻ വന്നതാ. കള്ളം പറയാതെ നിങ്ങളുടെ ആരെവിടെ ഉള്ളേന്ന് പറ. ഹായ് പ്രിയ. മുത്തശ്ശ. സുഖമാണോ മോളെ? അതെ അതെ. എന്തു പറ്റി? നന്നായിട്ടില്ലേ? കച്ചടയായിട്ടുണ്ട്. മോള് ആരുടെയാ? എന്റെ മോള് ഏ? എന്റെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വന്നതാ. ഓ, ഞാൻ എന്തോ. എവിടെ മോളുടെ മകൻ? അതെ, നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, നിങ്ങൾ എന്താ ഇവിടെ? ഞാൻ ഡോക്ടറാണെന്ന് മുൻപ് മീറ്റ് ചെയ്തിട്ടുണ്ടോ? എവിടെ വെച്ചാ കണ്ടേ? അവരൊക്കെ ആരാ? മനസ്സിലായില്ല. ഞാൻ അവളുടെ എന്റെ ഗ്രാൻഡ്ഫാദർ. മുത്തശ്ശന് മുത്തശ്ശി. ഓ, നമസ്കാരം മുത്തശ്ശി. നമസ്കാരം മുത്തശ്ശി. സത്യ പ്രായമുള്ളവരെ കണ്ടാല് കാലില് വീഴും. ഹെസിറ്റേറ്റ് ആവാതെ സത്യ പോ, ചെല്ല്, കാലില് വീഴ്. ഞാനെന്തിനാ? നമസ്കാരം. അനുഗ്രഹിക്കണം മുത്തശ്ശ. വേണ്ട, വേണ്ട, മുത്തശ്ശി വേണ്ട. അനുഗ്രഹിച്ചാ. നിന്റെ മോൻ സൂപ്പർ. അറിയാം, ലവ് ചെയ്യാൻ പെർമിഷൻ തന്നിട്ടുണ്ട്. പൊയ്ക്കോളൂ. സാർ, ഇദ്ദേഹം ആരാ? അവൻ എന്റെ ബന്ധുവാണ്, സുന്ദരൻ. ഓ സാർ. ഹലോ സാർ. ഇവൻ നമ്മളെക്കാളും കുറച്ച് കാണാൻ കൊള്ളാം. സാറെന്താ വല്ലാതെ? എന്തെങ്കിലും ശരി, ആവട്ടെ. ശരി. ശരി മോനെ, പിന്നെ കാണാം. നല്ല പയ്യനാ, ഇറങ്ങാം മോളെ. നല്ല പെരുമാറ്റം. ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാമോ? നിങ്ങളുടെ ചിരി നന്നായിട്ടുണ്ട്. അത് കാണുന്നവർക്കൊരു പോസിറ്റീവ് എനർജിയാ. ബൈ പ്രിയ. मैं तुझे नहीं छोड़ूंगा സത്യ. അവൻ എന്റെ ബലിയാണ്. എന്താടാ പറഞ്ഞത്? സത്യ. ഏയ്, വേറെ 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 എന്താ നീ പറഞ്ഞത്? പറ. സത്യ എന്റെ ബലിയാണെന്ന്. സത്യ എന്റെ ബലിയാണ്. അവനെ ഞാനല്ലാതെ വേറെ ആരും ടച്ച് ചെയ്യാൻ പാടില്ല. ഞാൻ ആരാണെന്നറിയോ നിനക്ക്? കിഷോർ. ACP കിഷോർ. ഏയ്, നീ എങ്ങനെ അകത്തായി? ആരെ കൊന്നിട്ട് അകത്തായി? ഏയ്, നീ എങ്ങനെ ഇവിടെ വന്നേ? റേപ്പ് ചെയ്ത് അകത്ത് വന്നല്ലേ? ദാ നിൽക്കുന്നത് കണ്ടില്ലേ? സുൽത്താൻ പാളയം കിങ്. നീ എങ്ങനെ അകത്തായത്? റൗഡിസം കാണിച്ചല്ലേ അകത്തായത്? പക്ഷെ ഞാൻ എങ്ങനെ അകത്തായത്? ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ ഈ അഴിക്കുള്ളിലേക്ക് വലിച്ചിടച്ചിട്ടത് അവനാ. സത്യ. അവനെന്റെ ബലിയാ. അവനെന്റെ ബലിയാ. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് പ്രിയങ്കരനും ജനസമ്മതനുമായ, പ്രപഞ്ചത്തിലെ അനാഥരേവരും തന്റെ സ്വന്തമാണെന്ന് ഉൾക്കൊണ്ട് തന്റെ ചിലവിൽ അവർക്ക് ആശ്രമം നിർമ്മിച്ച് നൽകുകയും പാവപ്പെട്ടവർക്കായി സൗജന്യ ആശുപത്രി ഒരുക്കുകയും മറ്റ് ദാനധർമ്മങ്ങൾ നിർവഹിച്ചു പോന്ന ശ്രീ രാജരംഗനാഥ് അവർകളെ വിനീതമായി സ്വാഗതം ചെയ്യാം. ഇന്ന് ശ്രീ രാജരംഗനാഥ് അവർകൾ നിസ്വാർത്ഥരായ ഈ നാട്ടിലെ സാമൂഹ്യ സേവനം അനുഷ്ഠിക്കുന്നവരെ അനുമോദിക്കാൻ സമ്മാനദാനം നിർവഹിക്കുകയാണ്. ആദ്യമായി തായ്മാടി ആശ്രമത്തിൽ നിന്നും മിസ്റ്റർ സത്യ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ രാജാരംഗനാഥ് കുറച്ച് കുട്ടികൾക്ക് അനാഥ മന്ദിരം കെട്ടിക്കൊടുത്തത് കൊണ്ടേ വലിയ സമൂഹ സേവകനൊന്നും ആവൂല. ഇതൊക്കെ വെറും പൊളിറ്റിക്കൽ സെറ്റപ്പാണ്, വേറൊന്നും അല്ല. എന്റെ കൂടെ വരൂ സർ. എന്തിനാ സർ? സാർ വരൂ, ഞാൻ കാര്യം പറയാം. വരൂ.
മൈക്ക് നമസ്കാരം സർ. നമസ്തേ. ആ താങ്ക് യു. നമസ്കാരം. എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ സുഹൃത്തിൻ്റെ പേര് രമേശ് എന്നാണ്. നിങ്ങളുടെ പേരെങ്ങനെ അറിഞ്ഞു എന്ന് ഞാൻ പറയാം സാർ. ഇദ്ദേഹത്തെ എന്തിനു കൊണ്ടുവന്നെന്നും പറയാം. സാർ അവിടെ ഇരുന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ മൈക്ക് തരാം. സാർ അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യം എല്ലാവരും കേൾക്കുക, ഉച്ചത്തിലൊന്ന് പറയും. ദാ. സാറ് ഭയന്ന് നിൽക്കുകയാണെന്ന് തോന്നുന്നു. കുറച്ച് മുന്നോട്ട് വരും. മുന്നോട്ട് നിൽക്കുക. സാറിന് ഭയം കൊണ്ട് പറയാൻ പറ്റുന്നില്ല, ഞാൻ പറയാം. സാർ അവിടെ ഇരുന്ന് പറയുകയാണ്, രാജാ രംഗനാഥ് എന്നയാള് കേവലം 50 or 100 അനാഥ കുട്ടികളെ നോക്കുന്നത് കൊണ്ട് ഒരു ലീഡറാണോ? ഇദ്ദേഹത്തിന്റെ കാഴ്ചയിൽ ഇപ്പോൾ ഇലക്ഷനൊക്കെ അടുത്ത് വരുന്നതുകൊണ്ട് ഇതൊക്കെ അതിൻ്റെ കളികളാണെന്ന്. ഞാനൊരു കഥ പറയാം. ഒരു സ്ത്രീ ഒരു കുട്ടിക്ക് ജന്മം നൽകി. ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് അവരുടെ ഭർത്താവ് മിലിറ്ററിയിലുള്ളപ്പോൾ മരിച്ചുപോയി. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വളരെയധികം കഷ്ടപ്പെട്ട് ആ കുട്ടിയെ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം കൊടുത്ത് അവസാനം കല്യാണവും കഴിപ്പിച്ചു. ഇതുപോലുള്ള കഥ മുമ്പും കേട്ട് കാണും. ഇൻട്രസ്റ്റിംഗ് ഇനിയാണ് കേട്ടോ. വലിയവനായി കല്യാണവും കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യം ചെയ്ത് എന്താണെന്നറിയോ? കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ആ അമ്മയെ ആദ്യം വീട്ടിൽ നിന്ന് പുറത്താക്കി അനാഥയാക്കി. ആ അമ്മയുടെ പേര് പാർവതി അമ്മയെന്നാണ്. മകന്റെ പേര് രമേശ് എന്നും. എന്തെങ്കിലും ഓർമ്മയുണ്ടോ സർ? പാർവതി അമ്മ നമ്മുടെ വൃദ്ധാശ്രമത്തിലാണ് ഇപ്പോഴും ഉള്ളത്. അതിൻ്റെ പ്രചോദനം ഇദ്ദേഹമാണ്. നിങ്ങൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നു, ശരിയല്ലേ? നമ്മുടെ അമ്മയെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് സർ. രാജാ രംഗനാഥ് അവർ ചെയ്യുന്നത് സമൂഹ സേവയാണ് സർ. ഇദ്ദേഹം മാത്രമല്ല സർ. ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ഞങ്ങളുടെ ദൈവം നിങ്ങളാണ് സർ. ഓക്കെ, എന്റെ ഡ്രസ് എങ്ങനെയുണ്ടെന്നൊന്ന് പറ. ഇത് വൃത്തിയായിട്ട ഡ്രസ്. വാള് വയ്ക്കാൻ തോന്നുന്നു സത്യം. ഒരാഴ്ചയായി നീ എവിടെ പോവാണെങ്കിലും നിന്റെ കാറിന്റെ ഡ്രൈവറായി, നിന്റെ ബോഡി ഗാർഡായി നിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് ഞാൻ. ഇനി പറ, ഞാൻ ആരാ പ്രിയ? ഞാൻ ആരാ? പന്നിയാണ് നീ. വൃത്തികെട്ടവനും ഭൂലോക ചെറ്റയുമാണ്. നിന്റെ ഈ കുരങ്ങ് മോത്തിന്റെ ഒരു ലവ് വേണോന്നാ? നിന്നെ ലവ് എന്നതിനെ കാട്ടി ആ പെണ്ണ് ട്രെയിനിൽ നിന്ന് ചാടി ചാവുന്നതാണ്. ഒരു വിഷയം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുക. ഒരാഴ്ചയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സത്യ പോകുന്നിടത്തല്ല നീയും പോകുന്നു. എപ്പോഴും സത്യയെ പറ്റി സംസാരിക്കുന്നു. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? കഴുതട മോനെ, ഒന്നുകിൽ ഹെൽപ്പ് ഇല്ലെങ്കിൽ കുത്തി കീറി ഞാൻ. എന്താടാ നീ പറഞ്ഞേ? ഫോണില്ല സാർ, ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരുന്ന. പീഡിപ്പിച്ച ഫ്രണ്ടിനോടാ, എന്നോടല്ല. ഇവിടെ ഒരുത്ത നിന്നെ പോലെ ഉണ്ട്, ഒരു കഴുതയുടെ മോൻ. ഈ പറഞ്ഞ ഞാനടാ, നീ നിന്റെ അച്ഛനുവാ. ഇവനെ ഞാൻ സോറി പ്രിയ. എക്സ്ക്യൂസ് മീ. ഹായ് സത്യ. ഇതാരേത്? How are you? I'm fine. എന്താ ഇവിടെ? ഞാൻ എക്സ്പെക്ട് ചെയ്തേയില്ല. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തു. Were you expecting me? അത് പിന്നെ ജോത്സ്യം പറഞ്ഞു ഇന്ന് നിന്റെ സ്വപ്ന ദേവത നിന്റെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്ന്. നോക്കിയപ്പോ നിങ്ങൾ എന്നെ മുന്നിൽ നിൽക്കുന്നു. എങ്ങനെയുണ്ട്? പ്ലാൻ ചെയ്ത പോലെ എല്ലാം റെഡിയാണ്. ഇതാരാണ് ഈ പുതിയ കുരിശ്? എല്ലാം റെഡിയാണെന്നോ? എന്താ? ആ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടോ? ബ്ലൂ ഡ്രസ്സിൽ. അവളുടെ പേര് റിതുന്ന. അവളുടെ അടുത്ത് നിൽക്കുന്ന പയ്യനെ കണ്ടോ? അവർ തമ്മിൽ ഭയങ്കര പ്രേമത്തിലാ. അത് ഞാൻ ബ്രേക്കപ്പ് ചെയ്യാൻ പോവാ. What? എന്തെന്നാൽ നിങ്ങളുടെ കണ്ണിൽ ഇവിടെ നിന്ന് കാണുന്ന സത്യമൊന്നും അവിടെ നടക്കുന്നത് വേറൊന്നും. ഏതൊരച്ഛനും തൻ്റെ മകൾ എവിടെയായിരുന്നാലും നന്നായിരിക്കണം, സുഖമായിരിക്കണം എന്നൊക്കെ ആയിരിക്കും ആഗ്രഹിക്കുക. റിതു എൻ്റെ മകളാ. അവൾ ഒരുത്തനുമായി പ്രണയത്തിലാ. അവനൊരു ഫ്രോഡാണെന്നറിഞ്ഞിട്ടും എൻ്റെ പൊന്നുമോളെ ഞാൻ എങ്ങനെയാ അവന് കൊടുക്കുക? എൻ്റെ ഇന്നത്തെ നിലയും വിലയും അനുസരിച്ച് ആ ഫ്രോഡിനെ, ആ വൃത്തികെട്ടവനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ കാരണമാണ് അവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് എൻ്റെ മകൾ അറിഞ്ഞാൽ
അവൾ എനിക്ക് ശാശ്വതമായി നഷ്ടപ്പെടുമെന്നുള്ള ഭയമാണ് എനിക്ക്. ഇപ്പൊ അവൾ എന്നോടൊന്നും മിണ്ടാറില്ല, ഒന്ന് ഫോൺ വിളിക്കുന്ന പോലുമില്ല. ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എൻ്റെ കുടുംബത്തിൻ്റെ മാനം കാക്കാനല്ല ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നുമോളെ രക്ഷിക്കാനാണ് ഞാൻ അപേക്ഷിക്കുന്നത്. നിങ്ങളുടെ മകൾ വീട്ടിൽ വരും സർ. മുള്ളിനെ മുള്ളുകൊണ്ടല്ലേ എടുക്കേണ്ടത്, അതുപോലെ ചതിയെ ചതി കൊണ്ടല്ലേ കണ്ടെത്തേണ്ടത്. സോറി. എടാ ഭയങ്കര. ഹായ്. ഹായ്. ആ പോയില്ലേ ബ്ലാക്ക് ഷർട്ട് ഇട്ട ആള്? അയാൾ നിങ്ങളുടെ ഫ്രണ്ടാണോ അതോ പരിചയക്കാരനാണോ? യെസ്, അവൻ എന്റെ ഫ്രണ്ടാ. അയാളുടെ ഫോൺ താഴെ കിടന്ന് കിട്ടി. താങ്ക് യു. ഋതു, 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 പ്ലീസ് ഋതു, സോറി ഋതു. എന്റെ ലൈഫിൽ ഇനി നിന്നെ കാണരുത്. Go to hell. ഹലോ പപ്പ. ഐ എം എക്സ്ട്രീംലി സോറി. പപ്പയുടെ വാക്ക് കേൾക്കാതെ ഞാൻ തെറ്റ് ചെയ്തു. എന്നോട് ക്ഷമിക്കണം. ഞാൻ വീട്ടിലേക്ക് വരുവാണ്. വന്നോളൂ മോളെ.